ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ വീഡിയോ കാണുന്നവന് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി ജേണിയാണ്. പ്രഗ്നൻസി ജേണി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ പ്രഗ്നൻസി ജേർണി എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിരുന്നില്ല. എനിക്ക് അത്ര സുഖകരമായിരുന്നില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കാൻ പോവുക, അതിൻ്റെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ആഫ്റ്റർ ഡെലിവറി ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ആയിരുന്നില്ല. നമ്മളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡെലിവറി ഒക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ. പെട്ടെന്ന് ഒരുപാട് പെയിനൊന്നും അനുഭവിക്കേണ്ടി വന്നില്ല. പെട്ടെന്നായിരുന്നു ഡെലിവറിയും കാര്യങ്ങളൊക്കെ. പക്ഷേ ഡെലിവറി കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ പെയിൻ എന്താണെന്ന് അനുഭവിച്ചത്. പെയിൻ എന്ന് വെച്ചാൽ നമ്മളെ ഹെൽത്ത് പരമായിട്ടുള്ള പെയിൻ മാത്രമല്ല കേട്ടോ, നമ്മൾ മെൻ്റലി ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വേറൊന്നുമല്ല, ഒരാൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്, വേറൊന്നല്ല, ഡിപ്രഷനാട്ടോ. എടുത്ത് പറയുന്ന ഡിപ്രഷനെ കുറിച്ചാണ്. ആഫ്റ്റർ ഡെലിവറി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അത് എന്താ പറയുക, എക്സ്ട്രീം ലെവലായി എന്ന് പറയുക, എക്സ്ട്രീം ലെവൽ തന്നെ ആയിരുന്നു. അതിന് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മോൻ ജനിച്ച് ഫസ്റ്റ് ദിവസം തന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമല്ലോ. അന്നേരം നമുക്ക് അതിന് എന്താ പറയുക, പാല് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് ഭയങ്കരമായിട്ട് എന്നെ സംബന്ധിച്ച് ഭയങ്കര സങ്കടം വരുന്നൊരു കാര്യമായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ മോൻ കരയണ സമയത്ത് ഏട്ടൻ എന്താ പറയുക, ചൂടുവെള്ളത്തിന് വേണ്ടിയൊക്കെ സിസ്റ്റേഴ്സിൻ്റെ റൂമിൽ പോയിട്ട് തട്ടിയത്. കാരണം ആ ചൂടുവെള്ളത്തിലാണ് ഒരു പൊടി എന്താ പറയുക കലക്കിയിട്ടാണ് മോന് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കുടിച്ചാലും അവൻ കരയില്ലായിരുന്നു, അത് കരയായിരുന്നു. അത് കുടിച്ചാലും അവൻ കരച്ച് നിർത്തില്ല, ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് സങ്കടം. ഞാൻ അപ്പം തന്നെ എന്താ പറയുക, കുറേയൊക്കെ തളർന്നു പോയെന്ന് പറയാം. നമ്മൾ ഇങ്ങനെയൊന്നും ഉണ്ടാകും ഒട്ടും വിചാരിക്കുന്ന കാര്യമല്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ 2 ദിവസം കഴിഞ്ഞ പിന്നെ എല്ലാം ഓക്കെ ആയി. പിന്നെ ആ ഫസ്റ്റ് ജനിച്ച ദിവസം തൊട്ട് 10 ദിവസത്തേക്ക് ആശാൻ ഉറങ്ങില്ലായിരുന്നു കേട്ടോ. രാത്രി ആയാലും ശരി പകലായാലും ശരി ഒരുപോലെ കണ്ണടക്കില്ല എന്ന് തന്നെ പറയാം. ഫുൾ ടൈം കരച്ചിലും, നമുക്ക് താഴെ വയ്ക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ, നമുക്കതിന് പറ്റില്ല. കാരണം കിടക്കാനൊന്നും പറ്റുമായിരുന്നില്ല. പകൽ മൊത്തം മോനെ എടുത്തിട്ട് ഞാൻ ഒരു ഇരിപ്പിരിക്കണമായിരുന്നു. പിന്നെ രാത്രിയാണ് കുറച്ച് നമുക്ക് റിലീഫ് കിട്ടും. കാരണം രാത്രി ആണെങ്കിൽ ഏട്ടൻ വരും. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടൻ നോക്കുമായിരുന്നു. ഏട്ടൻ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കുമായിരുന്നു കേട്ടോ. പറയണേ, ഞങ്ങളൊരു 10 ദിവസം അവൻ ഉറക്കം എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം ഉറക്കമില്ല എന്ന് മാത്രമല്ല, ഫുൾ ടൈം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. രാത്രിയും പകലും കരഞ്ഞ് അങ്ങനെ അലമ്പായിരുന്നു. അലമ്പെന്ന് തന്നെ പറയാം, ഭയങ്കര കരച്ചിലായിരുന്നു. എന്താ പറയുക, നമുക്ക് എടുത്ത് ഇങ്ങനെ ഇരിക്കണം, അവന് താഴെ വെച്ച് അപ്പം കരയും, അങ്ങനെയായിരുന്നു. പകല് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. കാരണം പകല് വീട്ടിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഒന്ന് കൈമാറാൻ പോലും ആരില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയത്. പിന്നെ രാത്രി ഏട്ടൻ വന്നിട്ട് വേണം കുട്ടീനെ എടുക്കാൻ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. വേറൊന്നുമല്ല, ഏട്ടൻ അവനെ നെഞ്ചത്ത് വെച്ചിട്ട് ഉറക്കാൻ തുടങ്ങി. അങ്ങനെ നെഞ്ചത്ത് വെച്ച് കിടക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ആ നെഞ്ചത്ത് തന്നെ കിടന്ന്, ഏട്ടൻ്റെ നെഞ്ചത്ത് തന്നെ കിടന്ന് അവൻ അങ്ങനെ ഉറങ്ങാൻ തുടങ്ങി. താഴെ കിടത്തി അപ്പം നീറ്റ് കറിയും കേട്ടോ. പിന്നെ അങ്ങനെ നെഞ്ചത്ത് തന്നെ കിടത്തുമായിരുന്നു. അങ്ങനെ കിടത്തി ഞാൻ ഉറക്കി. പിന്നെയാണ് നമുക്ക് കുറേശ്ശെ ഉറങ്ങാൻ പറ്റുന്നത്. എന്നാലും പകല് കഷ്ടാട്ടോ. പകൽ എല്ലാവരും പറയും, നമ്മൾ കുട്ടീനെ എടുത്ത് എണീറ്റിരിക്കുമ്പോൾ പറയും, അങ്ങനെ എണീറ്റിരിക്കാൻ പാടില്ല, കിടക്കണം, കിടന്നില്ല ശരിയാവില്ല, ഇടുപ്പേന വരും, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മളല്ലാണ്ട് നമുക്ക് വേറെ ആളില്ല, അവനെ എടുത്തിരിക്കാൻ വേറെ ആരുമില്ല. ഞാൻ തന്നെയാണ് എടുത്തിരിക്കും. പറയാലോ, വീട്ടിൽ ഒരുപാട് പേരുണ്ട്, എന്നാലും അവൻ്റെ കാര്യം കംപ്ലീറ്റ് ആയി നമ്മൾ തന്നെ നോക്കണമായിരുന്നു. പിന്നെന്താ, നേരെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ. കാരണം ഭക്ഷണം വായിലോട്ട് വെക്കുന്ന നേരത്തേക്ക് നമുക്ക് അറിയാം. അപ്പം നമ്മൾ വേഗം ഓടി പോകണമായിരുന്നു. എന്താ പറയുക, സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ട് ഭയങ്കര, നമ്മൾ ഇത്രയും നാൾ കടന്നു വന്ന ജീവിതമേ ആയിരുന്നില്ല ആഫ്റ്റർ ഡെലിവറി എന്ന് പറയുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആദ്യത്തെ ഒരു 28 ദിവസം എന്ന് പറഞ്ഞാൽ ഇതന്നെയായിരുന്നു കേട്ടോ അവസ്ഥ. അവനെ എടുത്തിരിക്കണമായിരുന്നു, ഒരേ ഇരിപ്പ് ഇരിക്കണമായിരുന്നു. നമുക്ക് പകൽ ഫുൾ ടൈം ഇരിക്കണം. പിന്നെ രാത്രി വന്നാലാണ് ഏട്ടൻ അവനെ ഉറക്കാറ്, അങ്ങനെ ഇരിക്കണം. പിന്നെ ഒരു 28 കഴിഞ്ഞപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. 90 ദിവസം വരെയാണ് റെസ്റ്റും കാര്യങ്ങളൊന്നും പറയുക. പക്ഷെ നമ്മൾ 28 ദിവസം അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ പോകാൻ തുടങ്ങി. എന്താ പറയുക, പഴയ ലൈഫിലോട്ട് വരും. പക്ഷെ പഴയ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം, അപ്പം എല്ലാം കൂടി ആയിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇതിലെ ആകെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏട്ടനായിരുന്നു. ഏട്ടൻ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവനെ എടുത്തിരിക്കുക,
അത് മാത്രമല്ല 28 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തേർഡ് സെമിന് എക്സാം വന്നു. അപ്പോൾ നമ്മൾ പഠിക്കണമല്ലോ. പിന്നെ നമുക്ക് അറസ്റ്റും കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ പഠിക്കാൻ തുടങ്ങി. പഠിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ല. കാരണം അവൻ എപ്പോഴും കരയായിരുന്നു. അപ്പോൾ അവനെ മടിയിൽ ഇരുത്തിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കണമെങ്കിൽ. അപ്പോൾ ഫുൾ ടൈം അവൻ മടിയിലിരുന്ന് കരയും, അതിനിടയ്ക്ക് പഠിക്കണം. അപ്പോൾ തുടങ്ങി സത്യം പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയി, സത്യം പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോയി. കാരണം എക്സാം വരുന്നുണ്ട്, അതിൻ്റെ ടെൻഷൻ, ഇവനെ നോക്കണം, ഇവൻ്റെ കരച്ചിൽ എല്ലാം കൂടി ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ എൻ്റെ മാനസിക നില എന്ന് പറയില്ല, തെറ്റുന്നൊരവസ്ഥയായി പോയി. കുട്ടി കരയുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. പറയുകയാണെങ്കിൽ അവനെ മെല്ലെ 28 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷെ അവനെ മെല്ലെ ഞാൻ അടിക്കാൻ പോലും തുടങ്ങി. കാരണം എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് ഞാൻ പോയി. സൂയിസൈഡ് മൈൻഡൊക്കെ വരിക പറയല്ലേ, അങ്ങനെയാണ് ഞാൻ പോയിരുന്നത്. ഭയങ്കരമായിട്ട് അങ്ങനെ ടെൻഡൻസി വന്നു. അതിനൊക്കെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് വെറുതെ ഇരുന്ന് കുറേ ഇരുന്ന് കരയും, കുട്ടി ഇരുന്ന് കരയും. പിന്നെ അവനെ ചെറുതായി തല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് കരയും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെന്താ പറയുക, ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്നുണ്ടായ സംഭവം കേട്ടോ. ഒരു ദിവസം ഭയങ്കരമായിട്ട് കരയാണ്. അപ്പോൾ ഗതി കെട്ടിട്ട് വീട്ടിലൊരു തൊട്ടിൽ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടിൽ ഇട്ടിട്ട് ഞാൻ അവനെ ആട്ടി. പക്ഷെ അവൻ എന്നിട്ട് കരച്ച് നിർത്തുന്നില്ല. പിന്നെ ഞാൻ അങ്ങനെ സ്പീഡിൽ അങ്ങനെ ആട്ടിയതാ. തൊട്ടിൽ പൊട്ടി കുട്ടി താഴെ വീണു. ഈശ്വരാ, ഞാൻ എൻ്റെ കുട്ടീനെ ഞാൻ വീഴ്ത്തിയിട്ടല്ലോ എന്ന് അറിയാൻ പോകുന്നുണ്ട്. കുട്ടി താഴെ വീണു. 1.5 മാസം മറ്റോ ആകുമ്പോഴാണ് തോന്നുന്നു. അങ്ങനെ ഒരു സമയത്താണ് ഉണ്ടായത്. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഷോക്കായി. കാരണം ഈശ്വര, ഞാനാണല്ലോ എൻ്റെ കുട്ടീനെ വീഴ്ത്തിയിട്ടെന്ന് ചിന്തിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഞാനല്ല, തൊട്ടിൽ അഴിഞ്ഞ് വീണതാണ്. പക്ഷെ എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്നല്ല പറ്റിപ്പോയേ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് അതൊരു വല്ലാത്തൊരു ഷോക്കായി പോയിട്ടോ. പിന്നെ എന്താണെന്നറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കുട്ടീനെ മെല്ലെ മെല്ലെ തല്ലുക, അങ്ങനെ ഒരുപാട് വേദനിപ്പിക്കല്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓക്കെ ആവും, കുറച്ച് നേരം ഇരുന്ന് കരയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട്ട് നമ്മൾ പോകുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴേ നമുക്ക് എന്താ പറയുക, ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. കാരണം ഫുള്ള് റെസ്റ്റ് പറഞ്ഞ സംഭവം നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് കിടന്നിട്ടില്ല. അങ്ങനെ അതാണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. നമ്മൾ ഫുള്ള് മോനെ എടുത്ത് ഇരിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹെൽത്ത് പരമായിട്ട് നമുക്ക് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി നമ്മൾ 2 തരത്തിൽ നമ്മൾ വീക്ക് ആവാൻ തുടങ്ങി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് ആയി പോയി. പിന്നെ നമ്മൾ ഏട്ടനോടൊക്കെ ഭയങ്കരമായിട്ടും ചൂടാവുമായിരുന്നു. കാരണം വേറെ ആരോടും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഏട്ടനോടല്ലേ പറയാൻ പറ്റുള്ളൂ. ഏട്ടന് എന്താ സംഭവം എന്ന് അറിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഏട്ടാ ഇതാണ് സംഭവം, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോഴും ഏട്ടന് എന്താ പറയുക, വലിയതായിട്ടൊന്നും ഏട്ടന് മനസ്സിലായില്ല. പിന്നെ എന്താ പറയുക, ഏട്ടനത് സെർച്ച് ചെയ്തു, യൂട്യൂബിലും അതിലൊക്കെ സെർച്ച് ചെയ്തു. ഏട്ടന് കാര്യം പിടികിട്ടി. പിന്നെ ഏട്ടന് സംഭവം മനസ്സിലായല്ലോ. പിന്നെ അത് ഏട്ടൻ മനസ്സിലാക്കിയിട്ട് എന്നോട് പെരുമാറാൻ തുടങ്ങി. ഇതാണല്ലോ, ഇതിങ്ങനെ സിറ്റുവേഷൻ ആണല്ലോ എന്ന് മനസ്സിലാക്കി ഏട്ടാ അതനുസരിച്ച് എന്നോട് പെരുമാറാൻ തുടങ്ങി. അപ്പം നമുക്കൊരു സപ്പോർട്ടോട് കിട്ടിയപ്പോൾ കുറേശ്ശെയായിട്ട് ഞാൻ ഓക്കെ ആവാൻ തുടങ്ങി. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ആയിട്ടില്ല. കാരണം എന്താ പറയുക, പിന്നെ ഓരോന്നിങ്ങനെ പല ഭാഗത്തു നിന്നും പല വർത്താനൊക്കെയാണല്ലോ നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. അതും ഇതും എല്ലാം കൂടി ആകുമ്പോൾ എന്താ പറയുക, ടോട്ടലി നമ്മൾ വീക്കായി പോട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് വിചാരിക്കും, ഈശ്വര ഇതൊക്കെ എല്ലാവരും, പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണല്ലോ, ഇതിലിപ്പോ എന്താണ് പറയാനുള്ളത് എന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ പണ്ടത്തെ ഒരു കാലഘട്ടം അല്ല ഇന്ന്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ന്യൂസിലും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താ, ജനിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ കൊന്നു, കഴുത്ത് ഞെരിച്ചു കൊന്നു, കാമുകനെ കൊണ്ട് കൊന്നു എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ കുറച്ചു കാലം മുന്നേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ വെള്ളത്തിൽ മുക്കി കൊല്ലുക, അങ്ങനത്തെ ഒരു ശ്വാസം മുടിച്ച് കൊല്ലുകയൊക്കെ ചെയ്തു. പിന്നെ കുട്ടി ജയിലിലൊക്കെ ആയി, പിന്നെ തിരിച്ചു വന്നു. അങ്ങനെ പിന്നെ കുട്ടിക്ക് എന്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ആരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുമ്പോഴാണ്, അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴാണ് അങ്ങനെ കൈവിട്ടു പോകുന്ന കേസുകൾ ഉണ്ടാവുന്നത്. സത്യം പറഞ്ഞാൽ അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ എത്തുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതുകൊണ്ട് എനിക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യമല്ല ഈ ന്യൂസ് കാണുമ്പോൾ എന്താണ് ഇവരിങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നല്ലോ, ആ ഒരു അമ്മയല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പക്ഷെ അതല്ല, നമ്മൾ ആ അവസ്ഥയിലൂടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഏട്ടൻ അതിനനുസരിച്ചാണ് എൻ്റെ അടുത്ത് നിന്നത്. ഏട്ടന് സംഭവം പിടുത്തം കിട്ടി. പിന്നെ കുഴപ്പമില്ല, ഏട്ടനും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ തന്നെ നിന്നു. എന്നാലും നമുക്ക് എന്താണെന്നറിയില്ല, ആ ഒരു സൂയിസൈഡ് മൈൻഡ് മനസ്സിൽ നിന്ന് പോകുന്നില്ല. പിന്നെ കുട്ടീനോടുള്ള ഒരു ഇതൊക്കെ ഞാൻ മെല്ലെ വിട്ടു തുടങ്ങി. കാരണം ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ കോളേജിലൊക്കെ പോകാൻ തുടങ്ങി. ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ടുണ്ടാകും, ആഴ്ചയിൽ 2-3 ദിവസം അത്രയേ ഉള്ളൂ. അതൊരു 2 മണി വരെ എന്ന രീതിയിലൊക്കെ ഞാൻ പോവുക. വീട്ടിൽ നിന്ന് വേഗം പോകണം,
വേഗം തിരിച്ചു വരണം. അങ്ങനത്തെ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്തൊരവസ്ഥ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് പോയി. കാരണം വേഗം രാവിലെ നീറ്റു, മോൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, നമ്മൾ കോളേജിൽ പോയി. അവിടുന്ന് പെട്ടെന്ന് തന്നെ അവിടുന്ന് വരണം. അത് ക്ലാസ് പകുതിയാക്കിയിട്ട് ഉച്ച കഴിഞ്ഞ് നമ്മൾ ക്ലാസ് നിർത്തി നമ്മൾ പോരും. അവിടെ ഓടി പഠിച്ച് വീട്ടിലെത്തും. അത് കഴിഞ്ഞ് പിന്നെ കുട്ടി നമ്മുടെ കയ്യിൽ, പിന്നെ ഫുൾ ടൈം നമ്മളെടുത്താണ്. കാരണം നമുക്ക് പഠിക്കാനൊരു സിറ്റുവേഷൻ കിട്ടില്ല. ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ കാര്യമൊക്കെ നമ്മൾ തന്നെ നോക്കണം, വേറെ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടെല്ലാം നോക്കണം. കിട്ടുന്ന സമയം കുറച്ച് പഠിക്കാനൊന്നും നമുക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഏട്ടൻ വരുന്നവരെ കാത്തിരിക്കും. പിന്നെ ഏട്ടൻ വന്ന് ഏട്ടൻ്റെ കയ്യിലോട്ട് കുട്ടീനെ കൊടുത്ത് ഞാൻ ഇരുന്ന് പഠിക്കുകയായിരുന്നു. പിന്നെ ഉറക്കമില്ലായ്മ പറഞ്ഞ് അപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് രാത്രി ആയാലും മോൻ ഉറങ്ങില്ല, ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആ പ്രേതം ഓക്കെ, അങ്ങനെയായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയാ, ബിസി എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് നമ്മളൊരു ഇടുങ്ങി കൂടിയൊരു അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ്. അങ്ങനെ കുറേ കടന്നുപോയി. മോന് 2 വയസ്സ് ഇത് ഡെലിവറി കഴിഞ്ഞ ഒരു കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇല്ല കേട്ടോ. ഇത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ പോയിക്കൂടാന്നില്ല. ഏകദേശം ഒരു 1.5 വയസ്സ് 2.5 വയസ്സ് വരെയൊക്കെ ഇതിങ്ങനെ പോയി. അതിനിടയ്ക്ക് കുറേ പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ നോക്കി. അങ്ങനെ കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒച്ചപ്പാടും ബഹളം, ഭയങ്കര അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് 2 വയസ്സാകുമ്പോൾ ഞാൻ എൻ്റെ പിടുത്തം ജീവിതം കൈവിട്ടു പോയി എന്ന് മനസ്സിലായ സമയത്ത് ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ പോയി ശരിയാവില്ല, എനിക്കൊരു ഡോക്ടറെ കാണണം, ഇത് അല്ലെങ്കിൽ അവന് അമ്മ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് പോവും എന്ന് ഞാൻ ഏട്ടനോട് മനസ്സ് പറഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ ശബ്ദം ഇടറുന്നുണ്ട്, ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കാരണം ഇതെൻ്റെ ജീവിതമാണല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനോട് പോയി. പിന്നെ ലാസ്റ്റ് നമ്മൾ അവന് 2 വയസ്സിനടുത്തിട്ട് പോകുന്ന സമയത്താണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് സംസാരിച്ചപ്പോഴാണ് നമ്മൾ ഓക്കെ ആയത്. കുറച്ച് ഓക്കെ ആയി, കംപ്ലീറ്റ്ലി ഓക്കെ ആയെന്നാവില്ല, കുറേശ്ശെ നമ്മൾ ഓക്കെ ആയി വന്നു. ഡോക്ടറെ കണ്ട് സംസാരിച്ചു. ഡോക്ടർ എനിക്ക് ആദ്യം തന്നത് ഉറക്കത്തിനുള്ള ഗുളിക കേട്ടോ. കാരണം ഉറക്കം തീരെയില്ല. ഉറക്കം ഇല്ലായ്മ കൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ ഉറക്കമില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മരുന്ന് തന്നു. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും എൻ്റെ പഠിത്തം അവിടെ സ്റ്റോപ്പായി. ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തു. മോന് 1 വയസ്സാവുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് സമാധാനം ഉണ്ട് കേട്ടോ. എങ്ങനെയോ പഠിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ വാങ്ങിയെടുത്തിട്ടുണ്ട്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടു, അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഡോക്ടറോട് ഞാനുള്ള സമയത്ത് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ സെപ്പറേറ്റ് ആയി നിർത്തി, എന്നോട് മാത്രമേ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഏട്ടനെ സെപ്പറേറ്റ് ആയിട്ട് നിർത്തി, ഏട്ടനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണ കാര്യം അതൊക്കെ ഏട്ടനോട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്നോടും കുറേ സംസാരിച്ചു. എന്താ പറയുക, മൈൻഡ് ശരിക്കും ഒരു റിലീഫ് കിട്ടിയത് ആ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ അത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറോട് ഷെയർ ചെയ്തു. ഡോക്ടർക്ക് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഈ മരുന്നൊക്കെ കഴിക്കണം, പിന്നെ നമ്മൾ ഒരുപാട് ചിന്തിച്ചിരിക്കുക, അതിനൊക്കെ ഒന്ന് കുറേ അങ്ങോട്ട് മാറ്റുക. എന്താ പറയുക, അങ്ങനെ ഡോക്ടർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് പിന്നെ അത് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ തന്നെ എൻ്റെതായ കാര്യങ്ങൾ എൻഗേജ്ഡ് ആയി. കാരണം അപ്പോഴാണ് ഞാൻ അതൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഡോക്ടറൊന്ന് മെഡിസിൻസൊക്കെ കഴിച്ചു കേട്ടോ. ഫസ്റ്റ് മെഡിസിൻസ് കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഓക്കെ ആയി. അപ്പോൾ ആദ്യം വിചാരിച്ചു എനിക്ക് ഭ്രാന്താണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, ഭ്രാന്തല്ല. ഇതിന് ഭ്രാന്ത് എന്നല്ല പറയും, ഇതൊരു ഡിപ്രഷനാണ്. ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു സ്റ്റേജസ് ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. അല്ലാതെ ഒരു ഭ്രാന്തെന്നോ മെന്റൽ പ്രോബ്ലം ഒന്നും ഇതിൽ പറയാൻ പറ്റില്ല. ഇതും ഒരു സിറ്റുവേഷൻ ആണ്, അത് മനസ്സിലാക്കി ഞാൻ. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക, നമ്മൾ ആ ഒരു ഡിപ്രഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഓവർകം ചെയ്ത് അങ്ങനെയാണ് ഡോക്ടറെ കണ്ട് മെഡിസിൻ എടുത്തു. പിന്നെ എന്താ പറയുക, സ്വയം എൻഗേജ്ഡ് ആയി. എന്താണ് ഈ കുട്ടി ബഹളം, അതല്ല, നമ്മൾ നമ്മുടേതായ രീതിയിലോട്ട് മാറി. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു സ്റ്റേജ് ഞാൻ കടന്നു വന്നത്. അങ്ങനെയാണ്. പിന്നെന്താ പറയുക, ഇത് ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് മെയിനായിട്ട് എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അപ്പോൾ ആദ്യം അവർ ചെയ്യേണ്ട കാര്യം, എൻ്റെ ഒരു അഡ്വൈസാണ്, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ആരോടെങ്കിലും ഷെയർ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് റിലീഫ്, നമ്മുടെ മനസ്സിന് റിലീഫ് കിട്ടും. ഷെയർ ചെയ്ത് കൊടുത്താൽ തന്നെ അവർ അതിനനുസരിച്ച് നമ്മളോട് പെരുമാറിക്കോളും. ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണ് കേട്ടോ, എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയുന്നത്. അപ്പം തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക്
ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ഇതെൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെന്താ പറയണമെന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ ഞാനിതിന് ഭയങ്കരമായിട്ട് ചുരുക്കി പറഞ്ഞതാണ്. ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പറയാൻ പറ്റുന്നതും പറയാൻ പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിലോ ഒരു 20 മിനിറ്റിലോ ചുരുക്കി പറയാനുള്ളതല്ല നമ്മുടെ ഈ അവസ്ഥ എന്ന് പറയുന്നത്. അത് അനുഭവിച്ചത് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം. ഇത് മുന്നേ പറഞ്ഞാണ്, എന്നാൽ ഒന്നുകൂടി പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.